ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് വീണ്ടും ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അമ്മ കാണിച്ചു തരുന്നത്. കേക്കിൻ്റെ റെസിപ്പി വരുന്ന എപ്പിസോഡ്സ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇന്ന് വളരെ നാച്ചുറൽ ഫ്ലേവറിലുള്ള ഒരു ഇളനീർ അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ പാചക രീതിയാണ് അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും തരാൻ മറക്കണ്ട. വളരെ സ്പെഷ്യലായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണിത്. അപ്പോൾ ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന അമ്മയുടെ ഈ ഇളനീർ കേക്കിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടിട്ട് മടങ്ങി വരാം. ഇതുപോലെ ഒരു കേക്ക് ടിന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഒന്ന് ഗ്രീസ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ മൈദ കൂടി ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 240 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ഒരു സീവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം. 1 നുള്ളു ഉപ്പും കൂടി ചേർക്കാം. വീണ്ടും ഒന്ന് സീവ് ചെയ്തെടുക്കാം. ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. മിക്സിയുടെ ജാറൊക്കെ കഴുകി നല്ല ഡ്രൈ ആക്കി എടുക്കണം. അതിലോട്ട് 4 മുട്ടയുടെ വെള്ള റൂം ടെമ്പറേച്ചറിലുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. ബാക്കി പഞ്ചസാര കൂടി ചേർത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. അതിലോട്ട് പാണ്ടൻ ലീഫ് രംഭയില ഒരു 2 ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ജ്യൂസാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് കരിക്കുമായിട്ട് നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പാക്കാം. ഇതാണ് രംഭയില എന്ന് പറയുന്നത്. അറിയാത്തവർക്കായിട്ട് വീണ്ടും ഞാനൊന്ന് കാണിക്കുകയാണ്. ഞാൻ നേരത്തെ പല റെസിപ്പീസിലും ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും രംഭയില എന്താണെന്ന് അറിയാതെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും കാണിച്ചത്. ആ ജ്യൂസും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4 മുട്ടയുടെ മഞ്ഞ കൂടി ചേർക്കാം. വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ബ്ലെൻഡ് ചെയ്യേണ്ട. ഇതാ അടിച്ചെടുത്തത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിങ് എല്ലാം നമ്മൾ മിക്സിയിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു സ്വാദിഷ്ടമായ കേക്ക് റെസിപ്പിയാണിത്. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. കൂടാതെ ഇത് 2 കരിക്കിൻ്റെ കാമ്പാണ്. ബ്രൗൺ സ്കിന്നൊക്കെ മാറ്റി വെള്ള ഫ്ലഷ് മാത്രം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിനെ ഒരു ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. തീരെ അങ്ങ് ഫൈനായിട്ടില്ല താനും കേട്ടോ. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വെറ്റ് ഇൻഗ്രീഡിയൻസ് ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ആ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർക്കാം. ഹാൻഡ് വിസ്ക് കൊണ്ട് ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം. ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ആക്കണം. ഇനി കരിക്കിൻ്റെ കാമ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം, അത്രേ വേണ്ടൂ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനി കേക്ക് ടിന്നിലേക്ക് നമുക്ക് ചേർത്ത് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഒരു പ്രഷർ കുക്കർ വെയിറ്റ് ഇല്ലാതെ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തതാണ്. ഒരു ബേസും അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ടിന്നിനി അതിലേക്ക് വെച്ച് കൊടുക്കാം. വെയിറ്റ് ഇടാതെ 35 മുതൽ 40 മിനിറ്റ് വരെ എടുക്കും കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടാനായിട്ട്. ഇതൊരു അപ്രോക്സിമേറ്റ് ടൈമാണ് കേട്ടോ. ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഫ്ലെയിമിൻ്റെ ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും. ഇതാ നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. തണുത്തതിന് ശേഷം ഇതൊന്ന് ഇൻവേർട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. എന്തായാലും എന്താ കണ്ടില്ലേ, വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു കേക്കാണിത്. കറക്റ്റ് ഒരു 45 മിനിറ്റ് എടുത്തു എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടാനായിട്ട്. മിക്സിയിൽ തന്നെ പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടെ മിക്സാക്കി പെട്ടെന്ന് തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓവൻ വേണ്ട, ഹാൻഡ് മിക്സർ വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒരു കേക്കാണിത്. ആ കരിക്കും ആ രംഭയിലെയും ആ എല്ലാം കൂടെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ്.
വീണ്ടും വീണ്ടും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കരിക്ക് കേക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അമ്മ പരിചയപ്പെടുത്തിയ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി വരും വരെ നന്ദി, ഗുഡ് ബൈ.